ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് ഫിസിക്സ് എക്സാം ആയിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല പാടാനുള്ള എക്സാം ആയിരുന്നു. അപ്പൊ എന്താ നമുക്ക് ഫിസിക്സ് എക്സാമിന്റെ റിവ്യൂ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അതുപോലെ തന്നെ പഠിച്ച കുറച്ച് ഡെറിവേഷൻസ് ഒന്നും എക്സാമിന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നലെ സ്ഥലത്തിലെ സൂപ്പർ 60 കണ്ടിട്ടായിരുന്നു പോയത്. 3 മണിക്കൂറത്തെ ലൈവ് ആയിരുന്നു. അതിൽ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൺ വേർഡുകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഉണ്ടായിരുന്ന എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു വെച്ചാൽ 5 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പം എ ബി അങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എ ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നില്ല, അതിൽ ബി ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ഇതൊക്കെ അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കുക, 2 മാർക്കിനുള്ളതും 3 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. 2 മാർക്കിനും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. പിന്നെ 3 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചതച്ചത് ഗൈസ്. എനിക്ക് നല്ല പാടായിരുന്നു, ഞാൻ ജയിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. സോ അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 26ാമത്തെ ക്വസ്റ്റ്യനിൽ എ എനിക്കറിയാം, ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹുക്സ് ലായെ കുറിച്ച്, അതുപോലെ തന്നെ കാപ്പിലറി റേസ്, അതുപോലെ തന്നെ പ്രൊജക്ടൈല്, ലാസ്റ്റ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡെറിവേഷൻ. അപ്പൊ ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് എയും ബിയും എഴുതാനെങ്കിൽ സി അറിയത്തില്ല, എയും സി അറിയാൻ ബി അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം, അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. സോ +2കാർക്കും ഫിസിക്സ് എക്സാം പാടായിരുന്നു. അങ്ങനെ ആണോ എന്നറിയില്ല, +1കാർക്കും ഫിസിക്സ് എക്സാം പാടായത്. ഇനി നമ്മുടെ മാത്സ് എക്സാം എങ്ങനെ ആവുമെന്ന് പോലും അറിയില്ല ഗൈസ്. അപ്പോൾ നല്ല ടഫായിരുന്നു ഫിസിക്സ് എക്സാം എന്ന് പറയുന്നത്. ഇതിനേക്കാൾ നല്ല എളുപ്പമുണ്ടായിരുന്നു മോഡൽ എക്സാമിന് കമ്പയർ നോക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല പാടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നല്ല പാടായിരുന്നു. അപ്പം എല്ലാവരും അത്യാവശ്യം മോശമായുള്ളൊരു അഭിപ്രായമാണ് എക്സാമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും വലിയ രീതിയിൽ നിങ്ങളുടെ അടുത്ത് നല്ലൊരു റിവ്യൂ അങ്ങോട്ട് വരാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ബോറുള്ള എക്സാം ആയിരുന്നു. സമയം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എഴുതാൻ. നിന്ന് ടീച്ചറും പ്രശ്നമില്ലായിരുന്നു, പക്ഷെ നമ്മക്കായിരുന്നു ഫുൾ പ്രശ്നം. എന്താ പറയാ, എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യനൊക്കെ അത്യാവശ്യം അറിയാനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ സൈലത്തിൽ നമ്മുടെ നിതിൻ സാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, യൂണിറ്റുകളൊക്കെ വെച്ചിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്നത് കൃത്യമായിട്ട് ചോദിച്ചു ഗൈസ്. അതൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്രഷറും അതുപോലെ തന്നെ കാപ്പിലറി റേസ് ഒക്കെ ആയിരുന്നു. പിന്നെ ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെർമോഡൈനാമിക്കിലെ ഒരു കമ്പോണന്റുകൾ വെച്ചിട്ട് നമ്മളെ സിങ്കിന്റെയും സോഴ്സൊക്കെ വരയ്ക്കേണ്ടത്, ആ ഒരു ഡയഗ്രാം വരെ ചോദിച്ചിരുന്നു. പിന്നെ ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേവ് തന്നിട്ട്, അതുപോലെ തന്നെ കട്ടഡ് പോർഷൻ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് മോഷണൽ സ്റ്റൈലിലായിരുന്നു. ഈ ഒരു ഏരിയ എന്നൊരു ചോദ്യം ചോദിച്ചു. അത്യാവശ്യം എഴുതുന്ന കുട്ടികളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത്ര നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നല്ല പഠിക്കുന്ന കുട്ടിയൊക്കെ എഴുതാൻ പറ്റും, പക്ഷെ ആവറേജ് പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം നല്ലൊരു എഴുതാൻ പറ്റുന്നതായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ പുതിയ മാത്സ് റിവ്യൂ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.